അല്ലാതെ പറയുകയാണെങ്കിൽ ഹരിതനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഹരിത ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് പുറമേ നിന്ന് കണ്ട എല്ലാവരും വിചാരിക്കുക. പക്ഷേ ഹരിതയുടെ ഒരു ഇന്നർ സർക്കിളിൽ ഹരിത ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള, എപ്പോഴും ഇങ്ങനെ ചളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെ ഭയങ്കര കുഞ്ഞുകളിയാണ്. അങ്ങനെ പാവെന്ന് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ പാവെന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇവിടെ കിട്ടിയത്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. അവളിപ്പം ലൈക് ഫസ്റ്റ് ഡേ പരിചയപ്പെട്ടപ്പോ ലൈക് നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവില്ലേ, വർത്തമാനം പറയാം, അതൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാ, ഭയങ്കര കമ്പനിയാ. ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെറ്റിനറി ഡോക്ടറാണ്. എനിക്കൊരു ഫർബേബി ഉണ്ടായിരുന്നു. സർഗപ്രതിഭയായിരുന്നു ആള്. വരയ്ക്കുമെങ്കിലും ഒന്നും പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യില്ലായിരുന്നു. മടിയാ. പിന്നെ എല്ലാരും നിർബന്ധിച്ചിട്ടാണ് ഇത് തേർഡ് ഇയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത. ആ വർഷം സർഗപ്രതിഭയൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം. ഞങ്ങൾ LKG തൊട്ട് 12th, അതായത് ഈ നിമിഷം വരെ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ്. സ്കൂളിംഗ് തൊട്ടേ ഒന്നിച്ചാണ്. ഈവൻ വെക്കേഷൻ ടൈം ആണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചാണ്. അപ്പോൾ എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞങ്ങളപ്പം തന്നെ എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്ത്, അവളുടെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സും ഓരോ സ്റ്റേജും അവൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ കല്യാണം വന്നപ്പോൾ പോലും കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങളായാലും അവളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനെല്ലാം ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ കടന്നുപോയതാണ്. സുന്ദരിയുണ്ട്. സാരിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഹരിതാര കോളേജിൽ പോയി പിക്ക് ചെയ്ത് ഒരു കഫേ പോയിരുന്ന് സംസാരിക്കായിരുന്നു. അങ്ങനെ അന്ന് കുറെ ഇങ്ങനെ സംസാരിച്ചു. വളരെ നാച്ചുറലി സംസാരിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ഫ്ലോപ്പ് ആവും, ഒന്നും മുന്നോട്ട് പോയില്ല കോൺവെർസേഷൻ. കാരണം രണ്ടുപേരും മിണ്ടാൻ മടിയാണ്, ഒന്നും ആവില്ല എന്ന് വിചാരിച്ചു. എന്നാ പരിചയപ്പെട്ടിട്ട് ഏതൊരു നോർമൽ ബോറിംഗ് കോൺവെർസേഷനും വളരെ ഫണ്ണാക്കി എടുക്കുവാള്. തിരിച്ച് എന്താ പറയാ, ഞാനിങ്ങനെ ഫണ്ണാക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരും. അപ്പൊ അതിന്റെ പേരിലായിരിക്കും കോൺവെർസേഷൻ. പിന്നെ ചില സമയത്ത് അടി.